കാശ്മീർ എത്തിയിരിക്കുകയാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ നാഷണൽ ഹൈവേ കയറിയിരിക്കുകയാണ് ഗായ്സ്. ഒരു രക്ഷയില്ല, ഞാനിരിക്കുന്ന സൈഡിലിരിക്കുകയും ചെയ്തു. എന്റെ അനുഭവങ്ങൾ കണ്ട ഗൈസ്, ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. എന്നിട്ട് ആരും നമ്മളെ സപ്പോർട്ട് ഇത്രയ്ക്ക് പ്രതീക്ഷിച്ച് കൊളുക്കുമലയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഓഫ് റോഡാണെന്ന് ആരും പറഞ്ഞറിഞ്ഞില്ല. എന്റെ ഉണ്ണിയേ അറിഞ്ഞില്ല. ഇതൊക്കെ നമ്മൾ ഇത്രയും സമയം വന്നത് കേരളത്തിലൂടെയാണ്. ഇനി അടുത്ത കടക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലൂടെയാണ്. അതായത് തമിഴ്നാട് എന്ന് പറഞ്ഞാൽ കമ്പം തേനയിൽ. ഇതാണ് ഈ ബോർഡ് കണ്ടോ, ഇതാണ്. നമ്മളെപ്പോലെ കുറേ പേര് വന്നിട്ടുണ്ട് അവിടെ. ജീപ്പുകളുണ്ട് അവിടെ ടോപ്പിൽ, ഒരുപാട് ജീപ്പുകളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ജെനിയുടെ ഊപ്പാടൊന്ന് ജെനി ഉറക്കത്തിലിരിക്കുകയാണ്. ഉറങ്ങാനൊന്നും പറ്റില്ല ചുമ്മാ പറഞ്ഞു. പക്ഷേ ഊപ്പാടൊന്നും ഇരിക്കുക കേട്ടോ. ഇത്രയും ചെറുപ്രായത്തിൽ ഇങ്ങനെ ഇത്രയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും കംപ്ലൈന്റ് വരൂല്ലേ ഇങ്ങനെ? ഒരു രക്ഷയല്ല കേട്ടോ. പൊളി തരം അന്യായ പൊളി. ലൈഫിൽ കണ്ടിട്ടില്ല. ഹലോ ഗൈസ്, നമ്മളിങ്ങനെ കൊളുക്കുമലയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ നല്ല തണുപ്പത്ത് നല്ല ചൂട് ചായ കുടിച്ച് ഇറങ്ങി പോടെ. രക്ഷയില്ലാത്ത തണുപ്പാണ്. അബീരം നടുവൊക്കെ ഓടിച്ചത് ജീപ്പില്. അപ്പോൾ നമ്മൾ കൊളുകുമലയുടെ സുന്ദരിയായ കൊളുകുമലയെ കാണാൻ പോവുകയാണ്. അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് നടക്കുകയാണ്. ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകണം. നമ്മൾ ബസ്സിലൊക്കെ വരുവാണെങ്കിൽ മൂന്നാർ തേനി ബസ് കയറിയിട്ട് ചിന്നക്കനാൽ പവർ ഹൗസ് ബസ് സ്റ്റോപ്പിൽ അവിടെയാണ് ഇറങ്ങുന്നത് കേട്ടോ, കൊളുകുമലയിൽ വരാൻ വേണ്ടിയിട്ട്. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. മഞ്ഞുണ്ട്, മഞ്ഞ പോടാ. അഭിനണ്ട് ശ്വാസം. നമ്മുടെ മൂന്നാറിന് ഏകദേശം ഒരു 35-40 കിലോമീറ്റർ, 35-40 കിലോമീറ്ററിനുള്ളിലുണ്ട് കേട്ടോ ഈ കൊളുകുമല. പിന്നെ അതിനുള്ള ഇവിടുത്തെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഓർഗാനിക് ടീ പ്ലാന്റേഷൻ ഈ കൊളുകുമലയിലാണ് കേട്ടോ. പിന്നെ ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ചായിരിക്കും ഇവിടുത്തെ സൺറൈസിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് കേട്ടോ. ക്ലൈമറ്റിനനുസരിച്ചായിരിക്കും.
പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടുത്തെ മെയിൻ ഈ മല ഈ കാണുന്നുണ്ടല്ലോ ഈ മലയെന്ന് പറയുന്നത് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് തിപ്പട മലയാണ്. തിപ്പട മല. അപ്പോൾ നമ്മൾ കൊളുക്കുമലയുടെ കാഴ്ചകളൊക്കെ കണ്ടു. നല്ല കിടിലം വൈബ് പ്ലേസാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി വേറൊരു സ്ഥലമുണ്ട്. സിംഹത്തിൻ്റെ തലയുള്ളൊരു പാറുള്ളൊരു സ്ഥലമുണ്ട്. എനിക്ക് കറക്റ്റ് പേരറിയില്ല. അറിയെങ്കിൽ ഞങ്ങൾ അവിടെ എത്തിയിട്ട് കറക്റ്റായിട്ട് ചോദിച്ചിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ച ഏകദേശം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും. നമ്മൾ അങ്ങോട്ട് പോവാണ്. കാര്യം നല്ല നേരം വെളുത്തു. ഇതുണ്ടോ ഇപ്പോൾ നേരം വെളുത്തിട്ട് നല്ല കോടയുണ്ട് കേട്ടോ ഇവിടെ. ഒരു കാര്യം പറയട്ടെ, സത്യത്തിൽ സൂര്യ ഉദയം കാണാനാണ് വന്നത്. ഇവിടെ ഞാൻ സൂര്യനെ കണ്ടില്ല. ഇവിടെ മൊത്തം തപ്പിയിട്ട് ഞാൻ അവയും കൂടെ തപ്പിയിട്ട് സൂര്യനെ കാണാനില്ലായിരുന്നു. നമ്മൾ ഈ പോകുമ്പോൾ സിംഹത്തിൻ്റെ തലയിൽ ഒരു പാറയാണ്, സിംഹപ്പാറ എന്ന് പറയുന്നത്. അങ്ങോട്ടാണ്. അപ്പോൾ നമ്മൾ ജീപ്പിൽ നിന്ന് ഇവിടെ ഇറങ്ങി ഇവിടെ നിന്ന് കുറച്ച് നടക്കാൻ താഴോട്ട് പോകണം. നമ്മൾ ആ പറഞ്ഞ സ്പോട്ടിലോട്ട്, അതായത് സിംഹത്തിനെ കാണാൻ വേണ്ടിയിട്ട്. സിംഹപ്പാറ സത്യത്തിൽ 7 കിലോമീറ്ററോളം ഓഫ് റോഡാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു പക്ക ഓഫ് റോഡ് തന്നെയാണ്. അത് 7 കിലോമീറ്ററോളം ഓഫ് റോഡുണ്ട്. അതുകൊണ്ട് ഇവിടെ ഫുള്ള് ജീപ്പാണ്. എല്ലാവരും വന്ന് ഇവിടെ വന്ന് കണ്ടിട്ട് ഇതാണ് സത്യം പറയുന്നത് മെയിനായിട്ടുള്ളൊരു സ്പോട്ട്. എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ടേ പോകുള്ളൂ. വ്യൂ ആണ് കേട്ടോ, അടിപൊളി വ്യൂ ആണ്. താഴോട്ടൊക്കെ നോക്കിയാൽ അതിൻ്റെ മേഘത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ ഒരു ഫീലാണ്. പിന്നെ നമ്മുടെ ഇത് സൂര്യനെല്ലി കേരളത്തിലും ഈ കൊളുകുമല എന്ന് പറഞ്ഞാൽ തമിഴ്നാടുമാണ് കേട്ടോ. കിടിലം വ്യൂ. ആൻമരിയ കലിപ്പിലാണ് ആ ഒരു ഫിലിമൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ സാരഥി കറക്റ്റ് സ്പോട്ട് കാണിച്ചിട്ട് പോയത്. കണ്ടോ ജനിയെ സിംഗം പിടിച്ചു, സിംഗം പുലി. സിംഹത്തിന്റെ വായിൽ അപ്പോൾ നമ്മൾ കൊളുക്കുമലയിൽ കയറി ടൈഗർ റോക്കിൽ അവിടെ കയറി ഇനി നമ്മൾ തിരിച്ചു പോവുകയാണേ. ഇനി മല ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് 7100 അടി മുകളിലാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ അന്യാ വ്യൂ കേട്ടോ, ഒരു പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് കിടിലം വ്യൂ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. കിടിലം സ്ഥലം. കാര്യം അത് പറയാൻ വാക്കുകളില്ല, അമ്മാതിരി പൊളി. ഇതാ നമ്മളെ ഗോപ്രോയിൽ എടുക്കാൻ പറ്റുന്ന രീതിക്കൊക്കെ മാക്സിമം എടുത്തിട്ടുണ്ട്. അതായത് എനിക്ക് ഗോപ്രോയിൽ യൂസ് ചെയ്യാൻ എനിക്ക് അറിയാൻ പറ്റുന്ന രീതിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ സിപ്പ് ലൈൻ. ഇതിപ്പം വർക്കിംഗ് അല്ല കേട്ടോ, എന്തോ പണിയെന്തോ നടക്കുകയാണ്. 1.8 കിലോമീറ്റർ നീളമുണ്ട് കേട്ടോ ഇതിന്. ഇവിടുത്തെ സ്കൂളിലെ കുട്ടികളാണ്. ഇവിടെ സ്കൂളെന്ന് പറഞ്ഞാൽ ചിന്നക്കനാലിലാണ് ഇവിടുത്തെ സ്കൂൾ കേട്ടോ. അങ്ങനെ നമ്മൾ കൊളുക്കുമലയും സിംഗപ്പാറയും കണ്ടിട്ട് തിരിച്ചു പോവാണ്. പിന്നെ നമ്മൾ ഇവിടുത്തെ മെയിൻ ഒരു സ്ഥലമുണ്ട് കേട്ടോ, ബോസ് പീക്ക് എന്നാണ്. അവിടെ നമ്മൾ പോയില്ല. അവിടെ പോകാത്തതിന് കാരണം വെച്ചാൽ ഇപ്പോൾ അവിടെ സീസണ് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ക്ലൗഡ് കാണാൻ പറ്റില്ല. ഇങ്ങനെ ക്ലൗഡ് ബെഡ് എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഇതിൽ ക്ലൗഡ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അങ്ങോട്ടും പോകുന്നില്ല. അപ്പം നമ്മൾ കൊളുകുമലയിൽ നിന്ന് യാത്രയാവുകയാണ്. ദീപിച്ചേട്ടാ, കൊളുകുമലയിൽ നിന്ന് പോവാണ് കേട്ടോ. അബി, നമ്മളപ്പം കൊളുകുമലയിൽ നിന്ന് പോവാണ്. പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ മൂന്നാർ വഴിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും കാണുന്നുണ്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം പോവാം. നമ്മള് ചിന്നക്കനാൽ വഴിയാണ് കേട്ടോ മൂന്നാർ പോണത്. ചിന്നക്കനാൽ എല്ലാവർക്കും അറിയാമല്ലോ, അരിക്കൊമ്പന്റെ സ്ഥലം. ഇവിടെ വല്ല ചക്കക്കൊമ്പനെയൊക്കെ കണ്ടാൽ കൊള്ളായിരിക്കും. അരിക്കൊമ്പനെ എന്തായാലും കാണാൻ പറ്റില്ല, ചക്കക്കൊമ്പനെല്ലാം കണ്ടാൽ കൊള്ളാം. നമ്മൾ ചിന്നക്കനാൽ വഴിയാണ് മൂന്നാർ പോണത്. ഇതാണ് നമ്മുടെ അരിക്കൊമ്പന്റെ ഏരിയ. ഇവിടെ നിന്നായിരിക്കുമല്ലേ ഉള്ള അരിയെല്ലാം കഴിച്ചിട്ട് ആണ്. ഇതാണ് ഇവിടുത്തെ സ്കൂൾ കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടില്ല കുറച്ച് കുട്ടികൾ അവിടെ നിൽക്കുന്നത്. അപ്പം ഇതാണ് ചിന്നക്കനാലിലെ സ്കൂൾ, ഫാത്തിമ മാതാ ഹൈസ്കൂൾ. എനിക്ക് ഇവിടെ പൊള്ളി കേട്ടോ. കാരണം വെച്ചാൽ കുട്ടികൾ കളിക്കുന്ന ആ ഒരു പ്ലേ ഏരിയ നോക്കി, ഭയങ്കര ഫോഗ് നിറഞ്ഞ അടിപൊളി ഏരിയ. നാഷണൽ ഹൈവേ കയറിയിരിക്കുകയാണ് ഗായ്സ്. നാഷണൽ ഹൈവേ ചിന്നക്കനാൽ. നമ്മള് ചിന്നക്കനാൽ കണ്ടു. ഇതാണ് പെരിയ കനാൽ. പെരിയ കനാൽ വാട്ടർഫാൾസ് ഇതാണേ. അതുപോലെ തന്നെ പെരിയ കനാൽ ടീ ഫാക്ടറി ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പെരിയ കനാൽ ടീ ഫാക്ടറി കാണാം. അബി എവിടെ പോണ? അബി മാഗിയുടെ ആളാണ് കേട്ടോ. ഇവിടെ മാഗിയൊക്കെ നമുക്ക് കുക്ക് ചെയ്ത് തരും. രണ്ട് ടൈപ്പ് ഉണ്ടാവും. അത് വെള്ള ചൂടുവെള്ളത്തിലുണ്ടായിരിക്കും. തിരിച്ചുള്ള മാഗി ഒരു കൈകൊണ്ടിരിക്കുകയാണ്. ചോളത്തിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് ഇതുണ്ടോ ചുട്ടെടുക്കാൻ. ഇത് മധുരമുള്ള അല്ലേ? ഇത് മധുരമുള്ള ടൈപ്പാണ്. ഇത് ചുട്ടെടുക്കാം. മറ്റേതാണ് ചൂടുവെള്ളത്തിൽ ആവിക്കുന്നത്. നമ്മളിവിടെ സത്യം പറഞ്ഞാൽ ഇതുവഴി തിരിച്ചു പോകാൻ വേണ്ടി വന്നതല്ലേ. അപ്പോൾ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ പോകാൻ തോന്നുന്നു. കാരണം എങ്ങനെ പോയാലും 1 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ പല തരത്തിലുള്ള ഐറ്റങ്ങളാണ്. ഉണ്ടോ എല്ലാം ഉണ്ട്. അതായത് നെല്ലിക്ക, മാങ്ങ, കാന്താരി മുളക്, ജാമ്പയ്ക്ക, ക്യാരറ്റ്, പിന്നെ ഇതിനിടയ്ക്ക് നെല്ലിക്ക കൊണ്ട് കേട്ടോ. കേട്ടോ ചെറിയ നെല്ലിക്ക അതാ ഫുള്ള് സെറ്റ്. മാഗി വെട്ടി വിഴുങ്ങാണ്. എനിക്ക് വേണമെന്ന് പോലും ചോദിച്ചിട്ടില്ല. ചുമ്മാ ഇപ്പൊ കേട്ടിട്ട് ചൂട് വെച്ചിരിക്കുക. പെരിയ കനാലിൽ നിന്ന് പോവാണേ മൂന്നാറോട്ട്. ഇവിടെ നിന്ന് മൂന്നാർ കറക്റ്റ് 18 കിലോമീറ്റർ ഉണ്ട്. അബി ഒരു രക്ഷയില്ല കേട്ടാ. അബി വെറൈറ്റീസ് ഓഫ് ഇതത് ചോളം. നമുക്ക് തിന്ന് പോകാം. നല്ല ഫുഡ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് മാഗിയാണ് കേട്ടോ. മുട്ടയൊക്കെ ആയിട്ട് പൊളി കേട്ടാ.
ഒരു രക്ഷയില്ല. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. ഇത്രയും മനോഹരമായിട്ടൊരു ഭൂമിയാണ് കാശ്മീർ. ഈ വർഷത്തെ ഏറ്റവും വലിയ തള്ളാണ്. ചുമ്മാ ഗൈസ്, നമ്മള് മൂന്നാറിന്ന് ചിന്നക്കനാലിന്ന് മൂന്നാറോട്ട് പോകുന്ന റൂട്ടാണ്. ഇതൊരു വ്യൂ പോയിന്റ് ആണ്. വണ്ടി പോലും നേരെ അറിയാൻ പറ്റില്ല കേട്ടോ. പൊളി സ്ഥലം. അതായത് പെരിയ കനാലിന് തൊട്ടടുത്തായിട്ട് വരും കേട്ടോ ഈ ഒരു വ്യൂ പോയിന്റ്. കിടിലം കാണണം. ഇതിന്റെ അടിയിൽ കൂടെ ചമ്മ ഒരു രക്ഷയില്ല. ഒന്നും കാണാൻ പറ്റില്ല, അത്രയ്ക്ക് മഞ്ഞ്. ഏറ്റവും ഭയാനക ഓഫ് റോഡ് ആയിരുന്നു കേട്ടോ. പക്ഷെ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് മാരക ഓഫ് റോഡ്. ഇവിടെ നമ്മുടെ നാട്ടിൽ കുറേ പേർക്ക് ഓഫ് റോഡ് ഓട്ടിക്ക് അങ്ങനെ പോകും ഇങ്ങനെ പോകുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇത് അങ്ങനെ പറയണ വ്യക്തികൾ ഇവിടെ പോകണം. പൊളിയാണ്. അവർക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ അമ്മാതിരി ഓഫ് റോഡ് തന്നെയാണ്. നല്ലൊരു സ്ഥലമായിരുന്നു. അടുത്തതായിട്ട് ഇഷ്ടപ്പെട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നതിലേക്ക് ബൈ.